അഴീക്കോട് പണ്ടാരത്തുംകണ്ടി ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രത്തിന്റെ പൂരമഹോത്സവത്തോടനുബന്ധിച്ച് ഒരു സാംസ്കാരിക പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അച്ഛനെ കൊണ്ടോട്ടാ എന്ന് പറഞ്ഞിട്ടൊരു കളിയുണ്ട്. അപ്പോ കുളിപ്പിക്കാൻ എടുക്കാമെന്ന ആൾ പറയാം, അയ്യോ നിങ്ങളിങ്ങനെ സങ്കടപ്പെടുത്തിയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നില്ല, നിങ്ങൾ എന്നെ എടുത്തോട്ടാ, നമ്മൾ പോട്ടെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളങ്ങനെ പറഞ്ഞല്ലപ്പ ഇങ്ങളപ്പ ആട് കൂടലാ നീ പറയൂലേ? സത്തങ്ങ് പോയ ഇത് അസത്ത, അത് പ്രകൃതിയിലേക്ക് മടക്കി കൊടുക്കണം. അതാ മണ്ണിന് കൊടുക്കുന്നു. മണ്ണ് പഞ്ചഭൂതങ്ങൾക്ക് വീതിച്ചു കൊടുക്കുക. മണ്ണിന് കൊടുക്കുന്നു, തീക്ക് കൊടുക്കുന്നു, വായുവിന് ഗന്ധം കൊടുക്കുന്നു, ആകാശത്തിന് പുക കൊടുക്കുന്നു. വെള്ളത്തിന് കിട്ടിയില്ല, 12ാമത്തെ ദിവസം വെള്ളത്തിൽ പിണ്ണോ നീര് ഒലിപ്പിച്ചു കൊടുക്കുന്നു. 5 ആക്കും വീതിച്ചു കൊടുക്കല. ശവസംസ്കാരം പിടിയോ ഭൂമിയിലേക്ക് തിരിച്ചു കൊടുക്കുക, പ്രകൃതിയിലേക്ക്. സത്തുള്ളത് കൊണ്ടാ ഈ ശരീരം. തിക്കുരിശ് സുകുമാരൻ നായർ അറിയാവോ? അദ്ദേഹം നല്ല നടൻ മാത്രമല്ല, നല്ല പാട്ട് എഴുതും. അദ്ദേഹം എഴുതിയ പാട്ടറിയാവോ? അദ്ദേഹം എഴുതിയ പാട്ടാണ് കാർ കൂന്തൽ കെട്ടിനെന്തിനു വാസന തൈലം, നിന്റെ വാർ നെറ്റി തടത്തിനെന്തിനു സിന്ദൂരത്തിലകം. ഭാര്യയുടെ മുടിയെ വർണ്ണിക്കുക ഭർത്താവ്. നിന്റെ മുടിക്ക് വാസന തൈലോ ഹെയർ ഓയിലൊന്നും വേണ്ടമ്മ, മുങ്ങുമണമൊന്നും ഇല്ല, നല്ല സുഗന്ധമുള്ള മുടിയാന്ന് കേട്ടപ്പോ ഭാര്യക്ക് അങ്ങ് പൊഗ്ലാന്തിയായി. സന്തോഷായി. ഭാര്യ ഭർത്താവിന് സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടായി കൊടുത്തു. മുടിയെ പറ്റി വർണ്ണിച്ച് പറഞ്ഞല്ലോ. അങ്ങനെ ഭർത്താവ് നല്ല ടേസ്റ്റിൽ ഭക്ഷണം ഭാര്യ ഇങ്ങനെ തിന്നുമ്പോ അതിനകത്ത് ഒരു ഭാര്യല്ലാതാ ഒന്ന് വലിയുന്നു. ഈ മുടിയെടുത്തിട്ട് കാർ കൂന്തൽ കെട്ടിനെന്തിനെന്ന് പറയോ? ഇല്ലല്ലോ. ഈ സത്തിൽ നിന്ന് വേർപെട്ടാൽ അത് അസത്ത അല്ലേ? നഖവിചാരം 64 കലകളിൽ ഒരു കലയാ. നമ്മൾ പുന്നാരിച്ച് ഒറ്റി വളർത്തി ക്യൂട്ടക്സ് ഇട്ട് മിനുക്കിയെടുത്ത നഖം നീളം കൂടുമ്പോൾ മുറിച്ചു മാറ്റുമല്ലോ. ആ മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ എന്റെ പുന്നാര നഖല്ലേ എന്ന് പറഞ്ഞിട്ട് പഴയ ഹോർലിക്സിന്റെ കുപ്പിയിലിട്ട് സൂക്ഷിക്കും ആരെങ്കിലും. അത് ബോഡി വേസ്റ്റാ, വലിച്ചെറിയും. വായക്കകത്തുള്ള ഉമിനീര് ഈ സത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ചവച്ചരച്ചു വയറ്റിലേക്ക് വിഴുങ്ങുന്ന പുണ്യജലമല്ലേ ഉമിനീര്. എന്നാ ഈ സത്തിൽ നിന്ന് വേർപെട്ടാ പുറത്തു വന്നാലോ അത് അസത്തല്ലേ, തുപ്പല. പുറത്തു വന്ന പിന്നകത്തേക്ക് എടുക്കുക, തുപ്പലാണ്. ഈ സത്താണ് പ്രധാനം. ആ സത്തിനെ പുഷ്പിക്കുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന, അറിയോ? അല്ലാതെ ഈ ശരീരത്തെ പുഷ്പിക്കലല്ല. ആ സത്തങ്ങ് പോയാൽ തീർന്നു. മരിച്ചു പോയാൽ അതുകൊണ്ട് തമിഴന്മാർക്ക് നന്ന അണ്ണന്മാര് പറയും സത്ത് പോയാച്ച്. അവർക്കതിന്റെ സത്യം അറിയാം. സത്ത് പോയാച്ച്. നമ്മളത് മലയാളത്തിൽ ചത്തുപോയി നാക്കി. അതാ പറ്റിയത്. മനസ്സിലായോ? സത്തുപോയി. ആ സത്തിലേക്ക്, അസത്തിൽ നിന്ന് സത്തിലേക്ക്, അസതോമ സദ്ഗമയ, സത്തിലേക്കുള്ള യാത്ര. അതാണ് ഓം സത് സവിതുർവരേണ്യം. ഹേ സവിതാവേ, ഉർവിയെ വരേണ്യമാക്കുന്നവനെ, ധിയോ യോ ന പ്രചോദയാത്, എന്റെ ധീ ബുദ്ധിയെ പ്രകാശിപ്പിക്കൂ. ഇതാണ് ഭാരതത്തിലെ ആദ്യത്തെ മന്ത്രം. അതാണ് ദർശനം, ആന്തരികമായ വെളിച്ചം. കിട്ടിയോ? തത്വശാസ്ത്രങ്ങൾ. എന്താ തത്വശാസ്ത്രം? ഞാനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആർദ്രത, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആർദ്രത, മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ ആർദ്രത. ഇത് മൂന്നിനെയും എഴുതി വെച്ചിരിക്കുന്ന വ്യാഖ്യാനങ്ങളെയാണ് ഉപനിഷത്ത് എന്ന് പറയുക. ഉപനിഷത്ത്. സത്ത് എന്ന് പറഞ്ഞാൽ സത്യം, നിസ്സത്ത് എന്ന് പറഞ്ഞാൽ നിശേഷ സത്യം. കുറെ അർദ്ധസത്യങ്ങളുണ്ട്. സൂര്യൻ എവിടുന്ന ഉദിക്കുന്നത്? കിഴക്ക് നിന്ന്. എവിടെയാ അസ്തമിക്കുന്നത്? പടിഞ്ഞാറ്. സത്യല്ലേ? അല്ല, അത് നിസ്സത്തല്ല. സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല എന്ന് മനസ്സിലായില്ലേ? സൂര്യൻ അനങ്ങുന്നില്ല, നമ്മൾ കറങ്ങുന്നതുകൊണ്ട് തോന്നുക. അപ്പൊ അത് നിസ്സത്തല്ലല്ലോ. അപ്പൊ നിസ്സത്ത് എന്ന് പറയുന്നത് നമ്മൾ കറങ്ങുന്നതാണെന്ന് കണ്ടെത്തലാണ്. മറ്റത് ആപേക്ഷിക സത്യമാണ്. ആപേക്ഷിക സത്യങ്ങൾ, ആത്യന്തിക സത്യങ്ങൾ എല്ലാം ഒരുപാട് കൂട്ടിവെച്ചാലും നിസ്സത്തിലെത്തൂല. നിസ്സത്തിലെത്തിയാലോ അത് ലോകത്ത് മുഴുവൻ വെളിച്ചമായി മാറും. അർദ്ധസത്യങ്ങളും അപൂർണ സത്യങ്ങളും 1,00,000 കോടി വെച്ചാലും ഒരു കൊച്ചു സത്യത്തിന്റെ അടുത്തെത്തൂല. ഇപ്പൊ നോക്കിയാട്ടെ എത്ര ബൾബാ ഇവിടെ. ആകാശത്ത് 1,00,000 നക്ഷത്രങ്ങൾ ഉണ്ടായിട്ടും ബൾബ് കത്തിക്കേണ്ടി വന്നില്ലേ? 1,00,000 നക്ഷത്രങ്ങളുടെ ആകാശത്ത് കത്തി നിൽക്കുന്നത്.
എന്നിട്ട് നമുക്ക് ബൾബും LED-യും CFL-ഉം വേണ്ടി വന്നു. എന്നാ പകലോ? പകൽ ഒറ്റൊരു നക്ഷത്രമല്ലേ ഉള്ളൂ. ഒരു ബൾബും ഉണ്ടാവില്ലല്ലോ പകല്. എല്ലായിടത്തും വെളിച്ചം കിട്ടുന്നില്ലേ? എന്തുകൊണ്ടാ? ആ സത്യത്തിനോട് നമ്മൾ അടുത്താണ്. ഇപ്പൊ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ സൂര്യനേക്കാൾ എത്രയോ വലുപ്പം, സൂര്യന്റെ എത്രയോ ഇരട്ടി വലിപ്പമുണ്ട് തിരുവാതിര എന്ന് പറഞ്ഞ ഒറ്റ നക്ഷത്രത്തിന് മാത്രം. അതാ തീക്കട്ട പോലെ നമ്മൾ കാണുന്നത്, അതിലെ തീക്കട്ട പോലെ. പക്ഷെ എന്ത് ചെയ്യാം, അത് നമ്മളിൽ നിന്ന് അകലെയാണ്. സത്യത്തിനടുത്തെത്തുമ്പോ പ്രകാശം കൂടും. പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ. ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി. വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി. കേട്ടിട്ടുണ്ടോ ഇത്? അദ്വൈതം ജനിച്ച നാട്ടിൽ, ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ, 1000 ജാതികൾ, 1000 മതങ്ങൾ, 1000 ദൈവങ്ങൾ. അപ്പൊ ജാതി, മതം, ദൈവം, ഈ അമ്പലം എന്നെല്ലാം പറയുന്നത് ആപേക്ഷിക സത്യമാണ്. ആത്യന്തിക സത്യം ദർശനമാണ്, സത്ത്. ആ സത്തിലേക്ക് യാത്ര ചെയ്യണം. ആ യാത്ര ചെയ്യാൻ ഒന്നിച്ച് എങ്ങനെ യാത്ര ചെയ്യും? ആ യാത്ര ചെയ്യുമ്പോൾ അടുത്ത മന്ത്രത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ശാന്തി മന്ത്രം. എന്താ ശാന്തി മന്ത്രം? ഓം സഹനാവവതു. ഒരുമിച്ച് പഠിക്കണം, ചിന്തിക്കണം. ഗുരുവും ശിഷ്യനും സഹ അവവതു. അച്ഛനും മക്കളും, അമ്മയും മക്കളും സഹ അവവതു. ഭാര്യയും ഭർത്താവും സഹ അവവതു. എങ്ങനെ? പല കാര്യങ്ങളെപ്പറ്റി ചർച്ച നടത്തണം. ആ ചർച്ച ഇല്ലാത്തതിന്റെ ദുരന്തമാണ് നമ്മൾ കാണുന്നത്. വീട്ടിലെല്ലാം എല്ലാവരും ഒറ്റക്കൊറ്റക്ക. പണ്ട് വീട്ടു വരാന്തകളിൽ എല്ലാവരും സജീവമായിരുന്നു. പിന്നീടെല്ലാം ബെഡ്റൂമിലേക്ക് ചുരുങ്ങി. ബെഡ്റൂമിൽ നിന്ന് കട്ടിലേക്ക് ചുരുങ്ങി. കട്ടിലാണെങ്കിൽ കട്ടിലിന്റെ പകുതിയിലേക്ക് ചുരുങ്ങി. പണ്ട് കട്ടിലിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇല്ല. കാരണം വീതി കുറഞ്ഞ കട്ടില. ഭാര്യയും ഭർത്താവും ഭയങ്കര ഐക്യമായിരിക്കും, വലിയ വീട്ടിൽ താഴെ പോകും. ഇപ്പൊ വലിയ ബെഡ്റൂമും ത്രിപിൾ കോട്ട് കട്ടിലുവാ. 96 നേടിയ പോലെ ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് മൊബൈൽ നോക്കി ഇങ്ങനെ കിടക്കും. അവനവനാകുന്ന സാമ്രാജ്യം. അവവധു ഇല്ല. നിങ്ങളുടെ വീട്ടിൽ ഒത്തിരുന്നിട്ടും അച്ഛനും മക്കളും അപ്പൂപ്പനും അമ്മൂമ്മയും ഒത്തിരുന്നിട്ട് മൊബൈൽ ഫോണും ടാബും കമ്പ്യൂട്ടറും TV എല്ലാം പൂട്ടിയിട്ട് 1/2 മണിക്കൂർ വട്ടത്തിലിരുന്നിട്ട് ഒരു പാട്ട് പാടാനോ ലോക വാർത്തകൾ ചർച്ച ചെയ്യാനോ കുടുംബത്തെ പറ്റി ചർച്ച ചെയ്യാനോ നമ്മളെ പറ്റി ചർച്ച ചെയ്യാനോ സമയം കണ്ടെത്തുമോ? അതില്ലാതെ നിങ്ങൾ എന്ത് ഭക്തന്മാരാ? സഹ അവവധു. സഹ അവവധു സഹനോ ഭുനക്തു. എന്താ ഭുനക്തു? ഈ പഠിച്ച കാര്യം, ചിന്തിച്ച കാര്യം അവനവന്റെ ദർശനങ്ങളുമായി ചേർത്തിട്ട് ഭുജിക്കണം. ഭുജിക്കലും വിഴുങ്ങലും അല്ല. സഹ അവവധു ഉത്തരങ്ങൾ കണ്ടെത്തുന്നു. ആ കണ്ടെത്തിയ ഉത്തരങ്ങൾ വിഴുങ്ങരുത്. നമ്മുടെ സ്കൂളിൽ ഇപ്പൊ നടക്കുന്നത് വിഴുങ്ങല. അത് ഭുജിക്കലല്ല. തേനുണ്ടാക്കുന്ന ആരാ തേനുണ്ടാക്കുന്നത്? ഒന്ന് വച്ചത് പറ. തേനീച്ച. യാതൊരു തർക്കമില്ലല്ലോ. ശുദ്ധാസംബന്ധം. ഇന്നോളം തേനീച്ച ഒരു തുള്ളി തേനുണ്ടാക്കിയില്ല. തേനുണ്ടാക്കാൻ പൂക്കൾക്കേ അറിയൂ. തേനീച്ചകളും പൂമ്പാറ്റകളും വണ്ടുകളും ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് 2 കോടി വർഷങ്ങൾക്ക് മുമ്പ് പൂക്കൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അറിയോ? ആ പൂക്കളിൽ തേനുണ്ടായിരുന്നു. ആ തേൻ ആരും കുടിച്ചില്ല. ആ തേനെല്ലാം മണ്ണിൽ വീണു. ഇപ്പോഴും പൂക്കളിൽ ഉള്ള തേനെല്ലാം തേനീച്ച കുടിക്കുന്നില്ല. അതെല്ലാം മണ്ണിൽ വീണു. എന്നിട്ടും എന്തേ മണ്ണിന് മധുരമില്ലാത്ത? തേന് 2 ദിവസം കൊണ്ട് കെട്ടുപോകുന്ന സാധന. എന്നാ നമുക്ക് കിട്ടുന്ന തേന് കെട്ടുപോകുന്നുണ്ടോ? നല്ല ഔഷധമുള്ള ഏറെക്കാലം നിൽക്കുന്ന എന്തുകൊണ്ടാ? പൂവിൽ നിന്ന് തേനീച്ച തേന് ശേഖരിച്ചത് അപ്പാട് തേൻവലയിൽ കൊണ്ടുപോയി വെച്ചാ 2 ദിവസം കൊണ്ട് അതും കെട്ടുപോകും. പക്ഷെ തേനീച്ച അത് തന്റെ എൻസൈമുകൾ ചേർത്ത് കുടിച്ച് ഭുജിച്ച് സ്വന്തം തേനാക്കി മാറ്റിയിട്ടാ തേൻവലയിൽ കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ അത് ഔഷധമാകുന്നു. കുട്ടികൾ പഠിക്കുന്നത് ശ്രദ്ധിക്കണം. അവര് മാഷന്മാർ പറഞ്ഞവും കേട്ടിട്ട് അപ്പാട് പോകരുത്. ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം. ഭുജിക്കണം. ചോദ്യങ്ങളിൽ ഒരച്ചിട്ട് ഉത്തരം സ്വന്തമാക്കണം കുട്ടികൾ. മാഷ ഉത്തരം പോരാ. മാഷക്കറിയുന്ന ഉത്തരം പഠിക്കാനല്ല. മാഷക്കറിയുന്ന മാത്രം പഠിച്ചെടുത്തെങ്കിൽ ലോകം തുടങ്ങിയെടുത്തുണ്ടാവും. ഒരു മാറ്റം ഉണ്ടാവില്ല. അധ്യാപകനാവുന്നത് എപ്പോഴാണ്? അധിവ്യാപനം നടത്താൻ കെൽപ്പ് നേടുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ കൂടുതൽ. 2024 അതിവർഷമല്ലേ?
ഫെബ്രുവരി 29 കൊണ്ട് 366 ദിവസമുണ്ട്. അധി എന്ന് പറഞ്ഞാൽ കൂടുതൽ ഒരു ദിവസമുണ്ട്. അത് അധിവർഷം, അതിയാപനം. കൂടുതൽ ഗുരുവിനേക്കാൾ കൂടുതൽ കുട്ടി യാത്ര നടത്താൻ കെൽപ്പുണ്ടാക്കുമ്പോഴാ അധ്യാപകൻ ഉണ്ടാവുന്നത്. അല്ലാതെ മാഷ് പറയുന്ന മാത്രം പഠിക്കാൻ ടിൻഡു മോനോട് ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാഞ്ഞിട്ട് ക്ലാസ് ഒന്ന് പുറത്താക്കി അച്ഛനെയും കുട്ടി വരാൻ പറഞ്ഞു. അച്ഛൻ ചോദിച്ചു, എന്താടാ നീ ഉത്തരം പറയാഞ്ഞേ? അപ്പൊ ടിൻഡു മോൻ പറഞ്ഞ മറുപടി തമാശയായിട്ടാണ് നമ്മളെല്ലാം കണ്ടത്. വളരെ ഗൗരവമുള്ള ഒരു വിഷയ. മാഷക്ക് അതിന്റെ ഉത്തരം അറിയാം, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കേണ്ട ആവശ്യം? മാഷക്ക് അറിയുന്ന കാര്യം പിന്നെ എന്നോട് ചോദിക്കണോ? മാഷക്കറിയാത്ത കാര്യം കുട്ടി കണ്ടെത്തുമ്പോ മാഷ് പറഞ്ഞ കണക്ക് തെറ്റാന്ന് പറഞ്ഞ കുട്ടിയാണ്, മലയാളിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി ആരാ? ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി ആരാ? മാഷ് 1 1 2 എന്ന് കണക്ക് പറഞ്ഞപ്പോ അല്ല, 1 1 ഇമ്മണി വലിയ 1, ഒരു പുഴ അങ്ങനെ വരുന്നു, ഒരു പുഴ ഇങ്ങനെ വരുന്നു, 2 കൂടി ചേരുമ്പോ പിന്നെ 2 പുഴ ഇല്ലല്ലോ, വലിയ പുഴയല്ലേ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളിയാണ് അദ്ദേഹമാണ്. അതുകൊണ്ട് അതിയാപനം, ഗൃഹാമ്പൽ എന്ന് പറയുന്ന ഒരു കുട്ടി അതിയാപനം നടത്തിയത് കൊണ്ടാ ഞാൻ മെല്ലെ പറയുമ്പോ നിങ്ങൾ ഉച്ചത്തിൽ കേൾക്കുന്ന ഈ മൈക്രോഫോൺ ഉണ്ടായേ. തോമസ് ആൽവാ എഡിസൺ എന്ന് പറയുന്ന ഒരു കുട്ടി അതിയാപനം നടത്തിയത് കൊണ്ടാണ് ബൾബ് ഉണ്ടായേ. നമ്മുടെ രാജ്യം മന്ത്രങ്ങൾ ചൊല്ലി അതും കണ്ണും പൂട്ടി വിശ്വസിച്ചിട്ട് കൂടുതൽ അതിനെപ്പറ്റി ചോദ്യം ചെയ്യുന്ന ശിഷ്യന്മാരില്ലാതെ, തത്വശാസ്ത്രങ്ങൾ പഠിക്കാതെ ദൈവത്തിൽ സമ്പൂർണത കൽപ്പിച്ച് സാഷ്ടാംഗം വീണത് കൊണ്ടാണ് നമ്മുടെ രാജ്യം അമേരിക്ക കൊളംബസ് കണ്ടുപിടിക്കുന്നതിനേക്കാൾ 1000 കൊല്ലം മുമ്പ് യൂണിവേഴ്സിറ്റി, തളന്തയും തക്ഷശിലയും സർവകലാശാലകൾ ഉണ്ടായ നാടാണിത്. ലക്ഷക്കണക്കിന് 64 ലക്ഷം ശ്ലോകങ്ങളും 10,000 കഥാപാത്രങ്ങളുമുള്ള മഹാഭാരതം പോലുള്ള ബൃഹത്തായ ഒരു ഗ്രന്ഥം എഴുതിയ നാടാണിത്. രാമായണം പോലുള്ള സുന്ദരമായ കാവ്യം എഴുതിയ നാടാണിത്. ഭാഗവതം എഴുതിയ നാടാണിത്. ആനന്ദവർദ്ധനന്റെ ധുന്യാലോകം എന്ന കാവ്യമീമാംസ ഉണ്ടായ നാടാണിത്. ഭരതമുനി നാട്യശാസ്ത്രം എഴുതിയ നാടാണിത്. ഇതൊക്കെ ചരകനും സുശ്രുതനും സഞ്ജീവനിയും ആധുനിക വൈദ്യശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ട്യൂബില് ഓരോ മൂലകത്തിന്റെയും രാസത്വരകം കണ്ടെത്തി ഇതെന്തിനു പറ്റും, ഏത് വൈറസിന് പറ്റുമോ, ഫംഗസിന് പറ്റുമോ, ബാക്ടീരിയക്ക് പറ്റുമോ എന്ന് കണ്ടെത്തി വെളുത്ത എലികളിൽ ഇഞ്ചക്ഷൻ ചെയ്ത് പരീക്ഷണം നടത്തിയതിനു ശേഷം മനുഷ്യരിൽ ഇഞ്ചക്ട് ചെയ്യുന്ന, വയറ്റിൽ കൊടുക്കുന്ന ഗുളികയും കുപ്പിമരുന്നും ഇഞ്ചക്ട് മരുന്നും ഒക്കെ കണ്ടെത്തുന്നതിനും 1000 വർഷം മുമ്പ് ഈ ചെടികളുടെ, മരങ്ങളുടെ വേര്, തണ്ട്, ഇല, പൂവ് വായിലിട്ട് ചവച്ചരച്ച് നോക്കിയിട്ട് ഇത് ഇന്ന സൂക്കേടിന് കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ട് 1000 മരുന്നുകളും ആയുർവേദ മരുന്നുകളും കഷായക്കൂട്ടുകളും അരിഷ്ടക്കൂട്ടുകളും എഴുതി വെച്ച നാടല്ലേ നമ്മുടെ നാട്. എത്ര മഹത്തരമാണ്. എന്നിട്ട് എന്താ നമ്മുടെ രാജ്യം ഇങ്ങനെ ആയി പോയേ? അറിയണം. നമ്മുടെ രാജ്യം ഇങ്ങനെയായി പോയത് ഈ അധിയാപനം നടത്തുന്ന പ്രക്രിയ തടസ്സപ്പെട്ടത് കൊണ്ടാണ്. അറിയണം. ചോദ്യം ചോദിക്കുന്നില്ല. ഞാൻ തെളിവ് തരാം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും സ്കൂളിൽ പോവാത്ത ആളുണ്ടോ? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, പിന്നെ വ്യാഴം, വെള്ളി, ശനി, 7 ആഴ്ച അല്ലേ? എന്താ ആഴ്ചക്ക് 7 ദിവസം കാരണം 8 ദിവസം എന്താവാഞ്ഞേ എന്ന് ഏതെങ്കിലും മാഷോട് നിങ്ങൾ ഇതുവരെ ചോദിച്ചു? എന്താ 7ന്റെ കണക്ക് എന്ന് ആർക്കെങ്കിലും അറിയാവോ? ചോദിച്ചിനോ? മാഷ് പറയുന്നു 7, നമ്മളും പറയുന്നു 7. മുന്നിൽ നടന്നീടിനെ ഗോപുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളല്ല. മണിക്കൂറിനെന്താ 60 മിനിറ്റ് ചോദിച്ചോ? ഇതുവരെ ഇല്ല. മണ്ഡലകാലം എത്ര ദിവസ? എത്രയാ? 41. എന്താ ഈ 41ന്റെ കണക്ക്? എങ്ങനെ 41 വന്നെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവക്കിയ. 41 എങ്ങനെയാ വന്നെന്ന് ആർക്കും അറിയാവോ? ഇല്ല. നമ്മളെല്ലാം കണ്ണും പൂട്ടി കേട്ട് പോരുക. നോ. ഭാരതത്തിന് നോബൽ സമ്മാനം ആദ്യമായിട്ടും അവസാനം കിട്ടിയത് ഒറ്റ കൃതിക, അത് ഗീതാഞ്ജലിക്ക. ആ ഗീതാഞ്ജലിയിൽ പ്രാർത്ഥിക്കുന്ന പൂജാരിയോട് രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന അതിനായക ജയഹേ എന്ന് എഴുതിയ ആള് പറഞ്ഞത് കണ്ണും പൂട്ടി പ്രാർത്ഥിക്കാനല്ല, നിമീലിത ലോചനം ഒന്ന് തുറക്കൂ, നന്നായി നോക്കൂന്ന. പൂട്ടിയ കണ്ണ് തുറന്നിട്ട് നോക്ക്, പുറത്തേക്കും അകത്തേക്കും നോക്ക്, എന്നാലേ നമുക്ക് വികാസം ഉണ്ടാകൂ. ആ വികാസത്തിന്റെ അടിത്തറയാണ് ദർശനങ്ങൾ. ആ ദർശനം നമ്മുടെ ദൈവവിശ്വാസത്തിൽ ചാലിക്കാത്തതാ പ്രശ്നം. ഇതാ പ്രശ്നം.
നമ്മള് ഒരു കുട്ടിയുടെ ശരീരത്തെ അല്ല വളർത്തേണ്ടത്, ആണ് ദർശനത്തെയാണ്. സഹനവും ഭുനക്തു, അത് പഠിക്കണം, ആന്തരിക കാര്യങ്ങൾ പഠിക്കണം. ആ പഠിച്ചു കഴിഞ്ഞാൽ അതിന് കണക്കായിട്ട് നമ്മൾ പ്രവർത്തിക്കണം, അധ്വാനിക്കണം, അല്ലേ? കളയൂ ശുഭ്രം വസ്ത്രം, ആ ടാഗോറിന്റെ ആ ഗീതകത്ത് പറയുക, കളയൂ ശുഭ്രം വസ്ത്രം. കരിനില മുഴുവ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കി ഒരുക്കും പണിയാളരോടൊപ്പം ചേർന്ന് വരുന്നു ദൈവം. ടാഗോർ പറഞ്ഞ, ഞാൻ പറഞ്ഞല്ല. അതാണ് സഹവീര്യം കരവാവഹി. ഒരുമിച്ച് അധ്വാനിക്കണം, പണിയെടുക്കണം. അത് ചെയ്യുമ്പോ മനസ്സിലൊരു പ്രകാശം ഉണ്ടാവും. അതാണ് ഭക്തൻ. തേജസ്വിനാവധീതമസ്തു, പ്രകാശത്തിന്റെ ഇരിപ്പിടമായി മാറും. അവനെയാണ് ഭക്തൻ എന്ന് പറയുക. ഭക്തൻ എന്ന് പറഞ്ഞാൽ നെറ്റിയിൽ ചന്ദനം പൂശിയ ഭക്തനാവോ? ഭസ്മം തൊട്ടാ ഭക്തനാവോ? ഇല്ല. ഭക്തൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ പ്രകാശം. പ്രകാശം ഉള്ളിലേന്തുന്നവനെയാണ് ഭക്തൻ എന്ന് പറയുക. ആ പ്രകാശം ഉള്ളിൽ കൊടുക്കുന്നവനെ എന്ത് പറയും? പ്രകാശത്തിന് സംസ്കൃതത്തിലുള്ള പേരാണ് ദിവം. ദിവം കൊടുക്കുന്നവനാണ് ആര്? ദൈവം. പിടികിട്ടിയോ? ആ ഉള്ളിലെ പ്രകാശ വളർത്തുണ്ട്. ശരീരത്തിന്റെ ചോദനകളെ നിയന്ത്രിക്കണം. ഒരു കുട്ടി ജനിച്ച ആദ്യത്തെ ചടങ്ങ് എന്താ? ഒരു കുട്ടി ജനിച്ച ആദ്യത്തെ ചടങ്ങ്? ഇവിടെ പ്രസവിച്ചാരും ഇല്ല. ഇവിടെ ഒരു കുട്ടി ജനിച്ച ആദ്യത്തെ ചടങ്ങ് എന്താ? നൂലുകെട്ടല്. എത്രാമത്തെ ദിവസം? 28ാമത്തെ ദിവസം അല്ലേ? എന്താ 28ന്റെ കണക്ക്? ഒരു കുട്ടി ജനിച്ച ആദ്യത്തെ ചടങ്ങ് തേനും വയമ്പും നാവിൽ തൂകും. ഒരാൾ മാത്രാണ് ഇങ്ങനെ തൊട്ട് കാണിച്ചു തന്നത്. തേനും വയമ്പും എന്തിനാ കൊടുക്കുന്നതെന്ന് അറിയാം? ജനിച്ച ഉടനെ കുട്ടിക്ക് തോന്നുക, കൊള്ളാലോ ഈ ലോകം. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. മധുരം 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 മധുരാധിപതേ സകലം മധുരം. മധുരം കൊടുക്കുക. കൊള്ളാം ഈ ലോകം. ഇപ്പൊ ആരും കൊടുക്കുന്നില്ല. പകരം ഒരു ഇഞ്ചക്ഷൻ വെക്കും. കുട്ടിക്ക് വേദനിച്ച് നൊന്തു. അപ്പൊ കുട്ടിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി വേസ്റ്റ് ഇംപ്രഷൻ. കുട്ടിക്ക് തോന്നുക ഈ കാലം മാറല, എന്നെ കുത്താൻ വന്ന. അവന്റെ ഉപബോധ മനസ്സിൽ അടഞ്ഞുകൂടി സാമൂഹ്യ വിരുദ്ധത. ഇഞ്ചക്ഷൻ വേണ്ടേ? വേണം. നിർബന്ധം. വേണ്ട. ഒരു വേക്കം പറഞ്ഞിട്ട് വേണ്ട. വെരി ഗുഡ്. അതാ പ്രതികരണം. പ്രതിരോധ വാക്സിനേഷൻ ഇല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ ചത്തുപോയിരുന്നു, അല്ലേ? എന്തായാലും വേണം ഇഞ്ചക്ഷൻ. പക്ഷേ അതിനു മുമ്പ് അല്പം മധുരം കൊടുത്തൂടെ? അടുത്ത ചടങ്ങെന്താ? എന്റെ നാട്ടിലൊരു ചടങ്ങുണ്ട്. ഈ പ്രസവം എന്ന മഹാത്യാഗം അനുഭവിച്ച സ്ത്രീയെ ബഹുമാനിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇവിടെ ഉണ്ടോ? ഏറ്റവും നല്ല ചടങ്ങ് അതായിട്ട് ഇരിക്കണം എന്ന് എന്റെ അഭിപ്രായം. കാരണം 9 മാസവും 12 ദിവസവും തന്റെ കുട്ടിയെ ചുമന്ന് നടന്നത് ചെറിയ കാര്യമാണോ? കഴിക്കുന്ന ഭക്ഷണം കുട്ടിക്കും കൂടി വേണ്ടി. ഞാൻ നടക്കുമ്പോ ഞാൻ മാത്രമല്ല, എന്റെ കുട്ടിയും നടക്കുന്നുണ്ടല്ലോ. ഞാൻ ഇരിക്കുമ്പോ എന്റെ കുട്ടിയും ഇരിക്കുന്നുണ്ടല്ലോ എന്നാലോചിച്ചിട്ട് 1 ദിവസവും 5 ദിവസവും 10 ദിവസമല്ല, 9 മാസവും 12 ദിവസവും ഈ കുട്ടിയെ ശ്രദ്ധിക്കുന്നു. എന്നിട്ട് പേറ്റുനോവ്, പ്രസവത്തിന്റെ വേദന അനുഭവിക്കുന്നു. എന്നിട്ടോ പറ്റി കഴിഞ്ഞാൽ പിന്നെ ഇനി രക്ഷപ്പെട്ടു, ഇനി നാളെ ഞാൻ പോട്ടെ, ഓഫീസിൽ പറ്റുമോ? പിന്നെയും ആടെ ഇരുന്നിട്ട് ഈ കുഞ്ഞിനെ മൊലിയൂട്ടി അതിനെ കുളിപ്പിച്ച് എന്തൊരു ത്യാഗമാണത്! എന്തൊരു ത്യാഗമാണ്! എന്റെ ഭാര്യയോട് എനിക്ക് എന്തെങ്കിലും എപ്പം ദേഷ്യം വന്നാൽ അപ്പൊ ഞാൻ എന്റെ മോനെ ആലോചിക്കും. അതിൽ തീർന്നല്ലോ. കാരണം എന്റെ മോനെ വയറ്റിലിട്ട് നടക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലല്ലോ. ഞാൻ എടുത്തു നടന്നിട്ടല്ലേ ഉള്ളൂ. എന്റെ മോന് ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്നെ കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അതൊന്നൊരു മഹാത്യാഗമാണ്. ആ ത്യാഗം അനുഭവിച്ചതിന് ആ സ്ത്രീക്ക് കോമ്പൻസേഷൻ ആയിട്ട് ഞങ്ങളെ നാട്ടിലെല്ലാം നോക്കൂ, അമ്മക്കും തിന്നണ്ട പൈസ കൊണ്ട് കൊടുക്കുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ടാവും. പക്ഷെ അതിനെ ഇംഗ്ലീഷ് പറയും. തിന്നുന്നതിന്റെ ഇംഗ്ലീഷ് എന്താ? ഈറ്റ് എന്ന് പറയൂലേ? ഈറ്റിന്റെ പൈസ കൊണ്ട് കൊടുക്കും, അല്ലേ? ആ ഈറ്റ് വേറെയാണ്. ഞാൻ പിന്നെ പറഞ്ഞിട്ട് ആരും തമാശ പറഞ്ഞാണ് കേട്ടോ. അത് ഒരു ബഹുമാനമാണ്. വസ്ത്രവും പണവും കൊണ്ടു കൊടുക്കുന്ന ഒരു ബഹുമാനമാണ്. അത് കഴിഞ്ഞിട്ടാ 28ാമത്തെ ദിവസം പേരുവിളി. 28ന്റെ കണക്കറിയാവോ? 28ന്റെ കണക്കറിയോ? AD 825 കൊല്ലത്ത് വെച്ച് നമുക്ക് സ്വന്തം ഒരു കലണ്ടർ ഉണ്ടാക്കുന്നതിന് മുമ്പ് മലയാളത്തിൽ ആർക്കും ഡേറ്റ് ഇല്ല, നക്ഷത്രേ ഉള്ളൂ. AD 825 കൊല്ലത്ത് വെച്ച് നമ്മളൊരു കലണ്ടർ ഉണ്ടാക്കി. ആ കലണ്ടറിന്റെ പേരറിയോ? നമ്മൾ ഈ ചുമരുമ തൂക്കുന്ന കലണ്ടർ വന്നത് പോർച്ചുഗീസുകാർ വന്നേരാ 1500-ാം ആണ്ടിലാ. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ കലണ്ടറിന്റെ പേര് പഞ്ചാംഗം എന്നാണ്. ആ പഞ്ചാംഗ പ്രകാരം ആണ് മേടം, ഇടവും, മിഥുനം, കർക്കിടവും 12 മാസവും നക്ഷത്രം എല്ലാം വന്ന് ഡേറ്റ് വന്ന്. അതിനു മുമ്പ് ഓരോ ദിവസത്തിന് ഓരോ നക്ഷത്ര.
അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രം. 27 നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടീന്റെ ജന്മനക്ഷത്രം ആദ്യം വരുന്ന 28ാമത്തെ ദിവസം. അന്ന് പേര് വിളിക്കും. അല്ലെ, ആദ്യത്തെ മാസപ്പിറന്നാൾ അതാണ്. അന്ന് പേര് വിളിക്കും. പിന്നെ ഈ കലണ്ടർ വന്ന് നോക്കുമ്പോ നമുക്കൊരു കുടുക്ക് വെച്ചി 27 നക്ഷത്രമല്ലേ ഉള്ളൂ. ഒരു മാസത്തിന് 31 ദിവസമില്ലേ? 12 മാസം 27 ദിവസമേ ഉള്ളൂ. 12 ഗുണിക്കണം 27 സമം 324. പിന്നെയും നിൽക്കുന്നില്ലേ കുറെ ദിവസം? ഭൂമി സൂര്യനെ ചുറ്റാൻ 365 ദിവസം വേണ്ടേ? അപ്പൊ ഭൂമി സൂര്യനെ ചുറ്റുന്ന മണ്ഡലം പൂർത്തീകരിക്കാൻ 365 ദിവസം. നമ്മുടെ മുമ്പില് 324 ഉള്ളൂ. ഇപ്പൊ എത്ര ദിവസത്തിന്റെ കുറവുണ്ട് മണ്ഡലം പൂർത്തീകരിക്കാൻ? 365 മൈനസ് 324 സമം 41. അതാ മണ്ഡലകാലം. പിടികിട്ടിയ 41ന്റെ കണക്ക് മനസ്സിലായ? ഇപ്പൊ സഹനോ പുനക്തു പിടികിട്ടിയ? അതാ 41. ഈ 28ാമത്തെ ദിവസം പേര് വിളിച്ചു പാല് കൊടുത്തു, അരയിലൊരു നൂല് കെട്ടു. എന്തിനാ നൂല് കെട്ടുന്ന? ഞാൻ അമ്പലത്തിൽ പ്രസംഗിക്കാൻ വരുന്ന സ്വാമിമാരോടെല്ലാം പല സ്ഥലത്ത് പോയി ചോദിച്ചു, ഈ നൂല് കെട്ടുന്നതിന്റെ അർത്ഥം എന്താ? ആർക്കും അറിയില്ല കേട്ടോ. ഞാൻ എന്നിട്ട് പാട്യം പഞ്ചായത്തിന്റെ വയോജന സംഗമത്തിൽ ഈ ചോദ്യം ചോദിച്ചപ്പോ ഒരു റിട്ടയർഡ് രാജലക്ഷ്മി ടീച്ചർ പറഞ്ഞേ, നല്ല പ്രായമുണ്ട്, ആരും ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു ഉത്തരം തോന്നുന്നുണ്ട് മോനെ, പറയട്ടെ എന്ന് ചോദിച്ചു. ആ പറഞ്ഞോ. കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന ആരാടോ? അമ്മ. പ്രസവിക്കുന്നതും അമ്മ. മുലയൂട്ടുന്നത് അമ്മ. എല്ലാം ചെയ്യുന്ന അമ്മയല്ലേ? പക്ഷെ കുട്ടി അമ്മേന്റെ മാത്രമല്ലല്ലോ, അച്ഛന്റെ കൂടി അല്ലേ? അപ്പൊ അച്ഛനൊരു പരാതി വേണ്ടാന്ന് വിചാരിച്ചിട്ട് 28ാമത്തെ ദിവസം കുട്ടീനെ പാർട്ടീഷൻ ചെയ്ത് 2ആക്കി നടുക്കൊരതിരിടുന്ന പകുതി അച്ഛന് പകുതി അമ്മക്ക്. ഇതാണ് ടീച്ചർ പറഞ്ഞ മറുപടിയാണ്, എന്റെ മറുപടിയല്ല. ഈ നൂലൊരു നല്ല പ്രതീകമാണ് കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. നൂലെന്ന് പറയുന്നത് തലമുറ തലമുറയായി കൈമാറി വന്ന സംസ്കാരം പിരിച്ചുണ്ടാക്കുന്നല്ലേ നമ്മുടെ ജീവിതം. ഞാൻ ഒറ്റക്ക് പിരിച്ചുണ്ടാക്കിയതാ എന്റെ ജീവിതം. ഞാൻ ഉപയോഗിക്കുന്ന ഭാഷ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയതാ. എന്റെ ജീവിതം എന്റെ അച്ഛൻ വന്നപ്പാലം നാരായണക്കുറുപ്പ് പിരിച്ചതിന്റെ ബാക്കിയാ ഞാൻ പിരിച്ചേ. വന്നപ്പാലം നാരായണക്കുറുപ്പിന് സ്വന്തമായി പിരിച്ചല്ല, ഓരോ അച്ഛൻ എടവന നാരായണ നമ്പ്യാർ പിരിച്ച. എടവന നാരായണ നമ്പ്യാർ പിരിച്ചത് അതിന് മുമ്പ് കോളാരി കേളപ്പ നമ്പ്യാർ പിരിച്ച. കോളാരി കേളപ്പ നമ്പ്യാർ പിരിച്ചത് തോലമ്പ്രയിലെ പൈതൽ നമ്പ്യാർ പിരിച്ച. അത്ര എനക്കറിയാം, അതിന്റെ മുമ്പിലുള്ള ആൾ എനിക്കറിയില്ല. മനസ്സിലായോ? 6 തലമുറയുടെ പേര് എനിക്കറിയാം. അത് അപ്പോപ്പൻ പറഞ്ഞു തന്ന ഓരോ അപ്പോപ്പന്റെ പേര്. മനസ്സിലായോ? നിങ്ങളെല്ലാവരും നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും അമ്മേന്റെ അച്ഛന്റെയും അച്ഛന്റെ അമ്മയുടെയും അമ്മേന്റെ അമ്മേന്റെയും ഒക്കെ പേര് ഒരു ഡയറിയിൽ കുട്ടിയെ കൊണ്ട് എഴുതിക്കുക. കുട്ടികളെ പേര് എഴുതാൻ പറയാ, അച്ഛന്റെ പേര്, അമ്മേന്റെ പേര്, അമ്മമ്മേന്റെ അച്ചാച്ചന്റെ കുട്ടികളെ പേരുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെയും അമ്മേന്റെയും അച്ചാച്ചന്റെ എല്ലാം പേര് കുട്ടികളുടെ ഡയറിയിൽ എഴുതുക. എന്നിട്ട് കുട്ടികളോട് പറയാ, മക്കളെ ഓരോ വീട് മാറി മാറി പോകുമ്പോ ഇത് പകർത്തിയിട്ട് അവിടേക്ക് കൊടുക്കണം കേട്ടോ. പാരമ്പര്യ പുസ്തകം, പഴയ ഡയറി വാങ്ങിയിട്ട് അതിൽ എഴുതി വെക്ക്. ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ മഹത്വം അവരുടെ ചരിത്രബോധമാണ്. അതുകൊണ്ടാണ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകളായി മാറാനുള്ള ഇച്ഛാശക്തി അവർക്ക് കിട്ടിയത്. ഓരോ വീട്ടിലും 1000 കൊല്ലം മുമ്പ് വരെയുള്ള അവരുടെ അച്ചാച്ചന്റെ 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 ചരിത്രം ആ പുസ്തകത്തിൽ വീട്ടിൽ എഴുതിയിട്ടുണ്ടാവും. നമുക്ക് സ്വന്തം അച്ഛന്റെ പേരറിയാത്ത കുട്ടികളാ അല്ലെ? അത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോ ഇങ്ങനെ തലമുറ തലമുറയായിട്ടുള്ള സംസ്കാരത്തിന്റെ നൂല് കൊണ്ട് കുട്ടിയെ പിടിച്ചു കെട്ടുമ്പോ അവന്റെ ശരീരം ലഘുവും മനസ്സ് ഗുരുവുമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നൂലുകെട്ടൽ. മൃഗങ്ങളുടെ പ്രത്യേകത, മൃഗങ്ങളുടെ മനസ്സ് ലഘുവും ശരീരം ഗുരുവാണ്. ഗുരു ലഘു അറിയാവോ? പണ്ട് സ്കൂളും വൃത്തം പഠിച്ചവർക്കറിയാം. ദീർഘാക്ഷരം ഗുരുവും ഹ്രസ്വാക്ഷരം ലഘുവാണ്. വലുത് ഗുരു, ഗുരുതരമായ പരിക്ക് പറ്റി എന്ന് പറഞ്ഞാൽ മാഷക്ക് പരിക്ക് പറ്റിയെന്നല്ല, വലിയ പരിക്ക് പറ്റിയെന്ന. മാഷ ഗുരു എന്ന് വിളിക്കുന്നത് കുട്ടികളെക്കാൾ വലിയ അറിവുള്ളത് കൊണ്ടാ ഗുരു എന്ന് വിളിക്കുന്നത്. ഗുരു വലുത്, ലഘു ചെറുത്. ഭൂമി വലിയതാണ്, ആപ്പിള് ചെറിയതാണ്. വലിയ ഭൂമി ചെറിയ ആപ്പിളിനെ പിടിച്ചു വലിക്കുമ്പോ ഭൂമിന്റെ ഗുരുത്വ ശക്തി, അതാ ഐസക് ന്യൂട്ടൻ കണ്ടെത്തിയ ഭൂഗുരുത്വ ബലം. മനസ്സിലായോ? ആ ഗുരു ശരീരമോ മനസ്സോ എന്ന് നോക്കിയിട്ടാ നമ്മൾ മനുഷ്യനോ മൃഗമോ തീരുമാനിക്കുക. മൃഗങ്ങൾക്ക് മനസ്സ് ലഘുവാ, ശരീരം ഗുരുവാ. മനസ്സ് മൃഗങ്ങൾക്കുണ്ട് ഇല്ലേ? പട്ടിക്ക് കണക്കറിയാമോ? അറിയാം, കൃത്യമായിട്ട് അറിയാം. നിങ്ങളൊരു വീതി കുറഞ്ഞ റോഡ് മേലെ ഒരു ബൈക്കും കൊണ്ടുപോകുന്നു. റോഡിന്റെ പകുതിക്ക് ഒരു നായി കിടക്കുന്നു. ബൈക്കിന്റെ ഒച്ച കേട്ടാൽ നായി അനങ്ങൂല, കാരണം ബൈക്കിന് കൊണ്ട് സാലാടിയുണ്ട്. പുറകെ ഒരു ലോറി വന്ന് നോക്കട്ടെ, നായി എണീറ്റ് മാറിക്കൊടുക്കും. കാരണം ബൈക്കിന്റെ വീതി എത്രയാന്ന് ലോറിന്റെ വീതി എത്രയാന്നുള്ള കണക്ക് നായിക്ക് അറിയുന്നതുകൊണ്ടാണ് മാറിക്കൊടുക്കുന്നത്. എന്നാൽ നമ്മളെ കൂട്ടത്തിലെ ചില നായിയൊക്കെ അറിയില്ല, റോഡ് മേൽ വെച്ച് പോകും. കേട്ടില്ലേ? ഇല്ലേ? അത് കേട്ടില്ലേ? ബ്ലോക്ക് ആക്കുന്ന കണ്ടില്ലേ? അതാ
പക്ഷേ മൃഗങ്ങൾക്ക് മനസ്സുണ്ടെങ്കിലും ആ മനസ്സ് ഇന്ന് പറഞ്ഞ അമ്പലപ്പറമ്പിൽ ഒരു പശു വന്നു, അതിന് മൂത്രയിക്കണം, ചാണകം ഇടണമെന്ന് തോന്നിയാൽ അയ്യോ ആളെക്കൂട്ടത്ത് പറ്റൂല എന്ന് പറഞ്ഞ് അവിടെ അനങ്ങാണ്ട് ഒളിവും മറവും ഉള്ളിടത്ത് പോണം എന്ന് പറയോ? ഇല്ല, ആടെ പാലും പൊത്തിച്ച് മൂത്രയിക്കും. എന്നാ നമുക്ക് പറ്റുമോ? നമുക്ക് പറ്റുമോ? നമ്മൾ അനങ്ങാണ്ട് കിടന്നോ പേരിങ്കോടലേ എന്ന് പറയില്ലേ? പറ്റൂല. അതാണ് നമ്മുടെ മനസ്സ് ഗുരുവാ, ശരീരം ലഘുവാ. ആ മനസ്സിനെ ഗുരുവാക്കി ശരീരത്തിന്റെ ചോദനകളെ പിടിച്ചു കെട്ടി മനസ്സിന്റെ ഭാവനകളെ ഉണർത്തലാണ് അരയില നൂല് കെട്ടല്. മനസ്സിലായോ? ആ മനസ്സിന്റെ ഭാവനകൾ മൊയലിനെ പോലെ കുതിച്ചു പായും, ശരീരമോ ആമയെ പോലെ ഇഴഞ്ഞിഴഞ്ഞു മെല്ലെ പോവും. ആമയും മൊയലും പന്തയം വെക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോണ്ടല്ലോ ഈ മൊയലങ്ങ് കിടന്നുറങ്ങും. അപ്പൊ ആമ ഓവർടേക്ക് ചെയ്തിട്ട് സമ്മാനം വാങ്ങും. ഈ മനസ്സ് കിടന്നുറങ്ങുമ്പോ ശരീരം ഓവർടേക്ക് ചെയ്യുന്ന പ്രക്രിയയാണ് എപ്പാന്നറിയോ? ഇനി ഈ ഉത്സവത്തിലേക്ക് വരിക. എപ്പോഴാ ശരീരം മനസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നത്? മല്ലികാബാണൻ തന്റെ വില്ലെടുക്കും, മന്ദാര മലർ കൊണ്ടു ശരം തൊടുക്കും. ആ മല്ലികാബാണനാണ് കാമൻ, പൂരത്തിന്റെ ഉത്സവം. ആ കാമൻ നിർബന്ധമാണ്. ഈ പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടായില്ലെങ്കിൽ ഈ പ്രകൃതി നിലനിൽക്കില്ല. കാമവികാരം ഉണ്ടാവണം, കാമദേവൻ നിർബന്ധമാ. അതുകൊണ്ടാണ് സുബ്രഹ്മണ്യൻ ഉണ്ടായത്, കുമാര സംഭവം ഉണ്ടായത്. കാമദേവൻ വില്ലൊടിച്ച് ശിവനെ വീഴ്ത്തിയത് കൊണ്ടാ. ഇല്ലേ പാർവതിയെ കല്യാണം കഴിക്കുമായിരുന്നില്ല. കഴിക്കുവോ? കാമം വേണം. പക്ഷെ കാമനെ മാനേജ് ചെയ്യാനുള്ള അഭ്യാസമാണ് പൂരമഹോത്സവം. ശരീരത്തിൽ ഹോർമോൺ ഉൽപാദനം തുടങ്ങുന്നത് പണ്ടെല്ലാം 200 പൗർണമി ചന്ദ്രികകൾ, 200 പൊന്നരയന്നങ്ങൾ, കുളിരുമായി നിന്റെ കൗമാരത്തിന്റെ കിളിവാതിൽ കിരുകിരെ തുറന്നു നോക്കി. യേശുദാസിന്റെ പാട്ടാ. കൗമാരത്തിന്റെ കിളിവാതിൽ കിരുകിരെ തുറന്നു നോക്കുന്നത് 200 പൂർണ്ണയന്ത്രന്മാരെ കാണുമ്പോഴാ. 1000 പൂർണ്ണയന്ത്രന്മാരെ കാണുന്ന 84 വയസ്സ്, 200 പൂർണ്ണയന്ത്രന്മാരെ കാണുമ്പോൾ 17 വയസ്സാവും. 17കാരി. ഇപ്പൊ അതല്ല, ഇപ്പൊ 12ലും 13ലും 100 പൂർണ്ണയന്ത്രനെ കാണുമ്പോഴേക്ക് കാമൻ ഉണരുക, ഹോർമോൺ ഉൽപാദനം. കാരണം ഭക്ഷണം മാറിയില്ലേ. അന്നെന്ത് ഭക്ഷണ? ഉച്ചക്ക് എന്നേന് മോനെ കറി. അപ്പുറത്തെ കാർത്തിയമ്മ ചോദിക്കൂ, ഉച്ചക്ക് ചക്കക്കുരുവും വെള്ളരിക്കോ പോലെ, മോന്തിക്കോ വെള്ളരിക്കയും ചക്കക്കുരു പോലെ. ഇതിനെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാനാ? എന്നാൽ ഇപ്പൊ വെളിച്ചെണ്ണ എത്രയാ, പാം ഓയിൽ എത്രയാ തേങ്ങ അരക്കുന്നത്, എന്തെല്ലാം മീനാണ്, എന്തെല്ലാം ഇറച്ചിയാ തിന്നുന്നത്. നമുക്കെല്ലാം മരണം വരെ പല പേരുണ്ടെങ്കിലും മരിച്ച ഒറ്റ പേരേ ഉള്ളൂ, ശവം അല്ലെങ്കിൽ മയ്യത്ത്. എന്നാ കോഴിക്ക് മരണം വരെ ഒരു പേരേ ഉള്ളൂ, കോഴി. മരിച്ചാൽ എന്തെല്ലാം പേരാ. അതിന്റെ ഒരു ഭാഗ്യം. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ വറുത്തടിച്ച്, ചിക്കൻ 65, ഇതെല്ലാം തിന്നിട്ടില്ലേ കുട്ടികൾ? നേരത്തെ ഈ കാമനം ഉണരുക. മനസ്സപ്പോ കിടന്നുറങ്ങുന്നു. എവിടുന്നും ഒരു പെണ്ണ് ആണിനെ അല്ലെ ആണ് പെണ്ണിനെ ഒന്ന് ചിരിച്ചു കാണിച്ചാൽ അർത്ഥം മാറി. ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി. 2 ആഴ്ച ഓർക്കുണ്ടാവില്ല. ഓള് പോയി, ആമ പോയി. മനസ്സ് പോറ്റി വലുതാക്കി അച്ഛൻ നാടിന്റെ മര്യാദ, ധർമ്മം, നീതി എല്ലാം വിട്ട് തൽക്കാലം ശരീരത്തിന് ഒരുത്തനെ വേണം, അത്രേ ഉള്ളൂ. പോയി ആമ പോയിട്ട് ട്രോഫി വാങ്ങി 2 കൊല്ലം കഴിഞ്ഞ് ട്രോഫി എടുത്തിട്ട് വരും. ഉയ്യന്റെ അമ്മയെ പറ്റിപ്പോയി, അബദ്ധായിപ്പോയി എന്നെല്ലാം പറഞ്ഞു വരും. കേട്ടുക. പ്രണയത്തിന് ഞാനെതിരല്ല, പക്ഷെ ആ പ്രണയത്തെ നയിക്കുന്നത് കാമവികാരം മാത്രമായി പോയാൽ ആപത്തുണ്ട്. ശരീരത്തിന്റെ ഹോർമോൺ ബാലൻസ് തെറ്റിയതാണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം. ആ ഹോർമോൺ മാനേജ്മെന്റിന്റെ മന്ത്രമാണ് കാമപൂരത്തിന്റെ മന്ത്രം. മനസ്സിലായി? നമ്മുടെ ശരീരം കാമൻ ഉണ്ടാവണം. പക്ഷെ കാമനെ എപ്പോൾ, എങ്ങനെ, എവിടെ പ്രകടിപ്പിക്കണം എന്നതിന്റെ വിശേഷ ബുദ്ധിയുടെ തിരിച്ചറിവ് എനിക്ക് ഉണ്ടാക്കി തരണേ എന്ന പ്രാർത്ഥനയാണ് പൂരമഹോത്സവത്തിന്റെ പ്രാർത്ഥന. അറിയണം, അത്തരത്തിൽ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സിനെ ഉണർത്തി ദർശനങ്ങളിലൂടെ അടിത്തറയിലേക്ക് പോയി സത്യം അന്വേഷിക്കുക, നന്മ ചെയ്യുക. നന്മയ്ക്ക് ശിവം എന്നാണ് സംസ്കൃതത്തിൽ പറയുക, ശിവനല്ല. ശിവൻ എന്ന പേര് ലഭിക്കുന്നതിന് മുമ്പ് ശിവം എന്ന വാക്കുണ്ട്. നന്മ, മംഗളം, സൗന്ദര്യബോധം ഉണ്ടാവുക. അതാ പൊൽത്തിങ്കൽ കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാദ്രി ശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്തധൂർജടി ഹസ്തമാർന്ന തുടിതൻ ഉത്താളടും രവം
തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം. ഈ സത്യം ശിവം സുന്ദരം ഈ മൂന്ന് കല്ലിന്റെ അടിത്തറയിൽ അസ്ഥിവാരം ഇട്ടിട്ട് മാത്രമേ ദൈവവിശ്വാസം പടുത്തുയർത്താവൂ. ദർശനത്തിന്റെ അടിത്തറയില്ലാതെ വെറും പൂഴിമണ്ണിൽ വീടെടുത്താൽ എങ്ങനെയുണ്ടാവും? ഒറ്റ കാറ്റിനും മഴക്ക് അത് പോകുന്നത് പോലെ ദർശനമില്ലാത്ത ഉപരിപ്ലവമായ പൂജയും പ്രാർത്ഥനയും മാത്രം നടത്തിയാൽ നിങ്ങളുടെ ദൈവവിശ്വാസത്തിന് ആന്തരികമായ ക്ഷയത്തിൽ നിന്ന് ത്രാണനം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ദാർശനികമായ അടിത്തറയിൽ നിങ്ങളുടെ ഭക്തിയും പ്രാർത്ഥനയും വളർത്തിയെടുക്കാൻ പരിശ്രമിക്കണം. എന്നാൽ മാത്രമേ ഈ ചെലവാക്കുന്ന പണത്തിനും ഈ ചെലവാക്കുന്ന അധ്വാനത്തിനും ഈ ചെലവാക്കുന്ന സമയത്തിനും ഗുണമുണ്ടാകൂ. അത് ഇല്ലാതെ വെറുതെ ഉപരിപ്ലവമായിട്ട് ഈ ദൈവവിശ്വാസം എന്ന് പറഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ ആ വിഡ്ഢിത്തം എന്തെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇത്തരം ക്ഷേത്രങ്ങളിൽ വന്നിട്ട് സംസാരിക്കുന്നത്. അത്തരത്തിൽ എനിക്കൊരു അവസരം തന്നതിന് ഇതിന്റെ സംഘാടകരോട് നന്ദി പറയുന്നു. ഭക്ഷണം കഴിക്കാതെ എന്നെ കേട്ട് സഹിച്ചിരുന്നതിന് നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.